പ്രതീകമാണ്. കത്തോലിക്ക സഭയിൽ ദൈവം ഉയർത്തിപ്പിടിച്ച 3 കുരുത്തോലകളാണ് ഞങ്ങൾ 3 അച്ഛന്മാർ. കുടുംബത്തിൽ ഉയർത്തപ്പെട്ട കുരുത്തോലയ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. ഉയർത്തപ്പെട്ട കുരുത്തോലയ ഒരപ്പൻ ഒരമ്മ. തിരുസഭയിൽ ഉയർത്തപ്പെട്ട കുരുത്തോലകൾ ഇവിടെ ഇരിക്കുമ്പോൾ ജീവിതം കുരുത്തോലയുടെ ആഹ്ലാദം കൊടുക്കണം. ഓശാന എന്തൊരാഹ്ലാദമാണ്! കുരുത്തോലയുടെ ആഹ്ലാദം കൊടുക്കാൻ പറ്റണം. ഒരു ഭർത്താവ് ഭാര്യയുടെ ജീവിതത്തിൽ ദൈവമുയർത്തിയ ഒരു കുരുത്തോലയാണ്. ഒരു ഭാര്യ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ദൈവമുയർത്തിയ കുരുത്തോലയാകണം. കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ ഉയർത്തപ്പെട്ട കുരുത്തോലയാകണം. എത്ര കാലം ജീവിക്കുമെന്നറിയില്ല. ജീവിക്കുന്ന കാലത്ത് ആഹ്ലാദം കൊടുത്ത് സന്തോഷം കൊടുത്ത് കുരുത്തോലകളായി നമ്മൾ ജീവിക്കണം. ആയുസ്സപ്പം നീളുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ കുരുത്തോല ഒരു ചിന്ത കൂടി ഓശാനിക്ക് തരുന്നു. ഇന്ന് ഉയർത്തിയ കുരിശോല വിഭൂതി തിരുനാൾ കത്തിച്ച് ചാരവാക്കും. വിഭൂതിയുടെ ചാരം കുരുത്തോല കത്തിച്ചതാണ്. ഏത് മാർപ്പാപ്പയാണേലും, ഏത് പ്രധാനമന്ത്രിയാണേലും, ഏത് അച്ഛനാണേലും നാളെ ഒരു വെടി ചാരം. ഇന്ന് മേക്കപ്പെട്ട് വിശ്വസുന്ദരിയെ പോലെ ഒരുങ്ങുന്ന യുവതി നാളെ ഒരു വെടി ചാരം. ഇന്ന് സഭയും പട്ടക്കാരെയും വെല്ലുവിളിക്കുന്നത് നാളെ ഒരു വെടി ചാരം. ഏത് കുരുത്തോലയും നാളെ ഒരു വെടി ചാരമാവും. അതുകൊണ്ടാണ് കുരിശുവര പെരുന്നാളിൽ നെറ്റിയിൽ കുരിശ് വരയ്ക്കും. അതിൻ്റെ അർത്ഥം എന്താ? ഭൂമിയിൽ ജീവനുള്ളതെല്ലാം നാളെ മണ്ണാവും. ജീവനുള്ളതൊക്കെ നാളെ മണ്ണാവും. അത് മനുഷ്യനാകാം, അത് പക്ഷിയാകാം, അത് മൃഗമാകാം, അത് മരമാകാം. ജീവനുള്ളോ ഉള്ളതെല്ലാം ചാരമാവും, മണ്ണാവും. ജീവനില്ലാത്ത കല്ലും ഇരുമ്പും മണ്ണാകുകയല്ല. മനുഷ്യ നീ മണ്ണാകുന്നു. ഈ കുരുത്തോല വെച്ച ചാരം കൊണ്ട് നെറ്റിയിൽ കുരിശ് വെച്ചത് മനുഷ്യ നീ മണ്ണാകുന്നു. ഇത്രയേ ഉള്ളൂ. ആയുസിൻ്റെ ഓർക്കണം. അഹങ്കരിക്കുമ്പോൾ, നഗളം വരുമ്പോൾ ഞാൻ ആരവാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കുക, നീ ഇന്ന് കുരുത്തോലയാണ്. ഏതാനും നാൾ കഴിഞ്ഞ് ഒരു പിടി ചാരമൊക്കെയും ചാരം. ആ ചിന്തയും കുരുത്തോല നമുക്ക് തരുന്നു. അവസാനമായി അവൻ ജെറുസലേമിൽ വന്നപ്പോൾ നഗരം ഇളകി വശായി. അവൻ എവിടെ വരുമോ വരുന്നിടം ഇളകും. അവൻ നിലന്നപ്പോൾ ഹെരോദസിൻ്റെ സാമ്രാജ്യം ഇളകി. അവൻ വന്നപ്പോൾ മഗ്ദല മറിയത്തിൻ്റെ ജീവിതം ഇളകി. അവൻ വന്നപ്പോൾ സക്കയൂസിൻ്റെ ജീവിതം ഇളകി. അവൻ ജെറുസലേം നഗരത്തിൽ വന്നപ്പോൾ നഗരം ഇളകി. അവൻ മരിച്ചപ്പോൾ പ്രപഞ്ചം ഇളകി. അവൻ ഇളക്കുന്ന ദൈവമാണ്. ക്രിസ്തു വരുമ്പോൾ ജീവിതം ഒന്ന് ഇളകണം. 2024 ഓശാന ഞായറാഴ്ച വന്ന് ഞാൻ അതുപോലെ പോകല്ല, അല്പം കൂടി മാറ്റമുള്ളവനാകണം. എൻ്റെ സംസാരത്തിൽ, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ ഇടപെടലുകൾ. ഓശാന കുരുത്തോല കൈപ്പിടിക്കുന്ന നമ്മളോട് പറയുന്നു, മകനെ മകളെ, നീ കൊടുക്കാത്തതും കൊടുക്കേണ്ടതുമായ ഒരു സമ്മാനം നിൻ്റെ കയ്യിലുണ്ട്. അല്പം കൂടി ഒരു നല്ല ഭർത്താവായി ഭാര്യയ്ക്ക് കൊടുക്കുക. അല്പം കൂടെ നല്ല പിതാവായി മക്കൾക്ക് കൊടുക്കുക. അല്പം കൂടെ നല്ല ഭാര്യയായി ഭർത്താവിന് കൊടുക്കുക. അല്പം കൂടെ നല്ല അമ്മയായി മക്കൾക്ക് കൊടുക്കുക. അല്പം കൂടെ നല്ല അച്ഛന്മാരായി സഭയ്ക്ക് കൊടുക്കുക. ആ ഒരു ഇളക്കം സംഭവിക്കട്ടെ. ആ ഇളക്കം ഹൃദയത്തിൽ സ്വീകരിക്കാം. ഈ ഓശാന ഞായറാഴ്ച, ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക. ഓശാന, ഇപ്പോൾ ഞങ്ങൾ രക്ഷിക്കുക. നമുക്കിന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഏതെല്ലാം ബന്ധനങ്ങൾ ഉണ്ടോ അതിൽ നിന്നും എന്നെ രക്ഷിക്കണം. എവിടെയെല്ലാം കെട്ടപ്പെട്ടിരിക്കുന്നു അവിടുന്ന് അഴിക്കണമേ. എവിടെയെല്ലാം ഹൃദയം കൊടുത്തോ അവിടെ നിന്നെ മാത്രം പ്രതിഷ്ഠിക്കാൻ ഇടവരുത്തണേ. ഈ പ്രാർത്ഥനയോടുകൂടി തിരുക്കർമ്മങ്ങൾ നമുക്ക് തുടരാം. ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധ ഭാരതത്തിലേക്ക് നമുക്ക് ആഴമായി പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.